മലയാള സിനിമയിലെ ബിഗ് ഗെയിംസ് ഒന്നിക്കുമ്പോൾ അതൊരു അപരാധമാവുമോ അവതാരമോ? യെസ് ഗൈസ്, അങ്ങനെ പാട്രിയോട്ടിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. 3 മിനിറ്റും 38 സെക്കൻഡുമാണ് ട്രെയിലറിന്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത്. ട്രെയിലർ പറയാനാണെങ്കിൽ ഒരു ഓക്കെ വണ്ണായിരുന്നു. എക്സലന്റ്, അങ്ങനെയുള്ള മാർവലസ് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഗുഡ് വൺ. അതായത് ഒരു ഹൈ മൊമെന്റ്സ് ഉണ്ടായിനോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഹൈ മൊമെന്റ് ഒന്നും ഇല്ല. പക്ഷെ എന്തൊക്കെ ഇവർ ഒളിപ്പിക്കുന്നുണ്ട്. ട്രെയിലർ ഒട്ടുനോട്ടത് കാണുമ്പോൾ സംഭവം മനസ്സിലാവുന്നത് ഈ ഒരു ലാപ്ടോപ്പിന്റെ ക്യാമറയിലൂടെ വരുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു സംഭവമാണ് പടത്തിനൊരു തീമായിട്ട് വരുന്നെന്ന് തോന്നുന്നു. ഗൈസ്, എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു അടിപൊളി സംഭവം അവന് സാധ്യത കാണുന്നുണ്ട്. പടത്തിന്റെ ഹൈപ്പ് അത്ര വലിയ ഹൈപ്പൊന്നുമില്ല, എല്ലാവർക്കും ഒരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രെയിലർ കണ്ടിട്ട് എന്താണ്, ഒരു ഗുഡ് വൺ ആണെങ്കിൽ പോലും മഹേഷ് നാരായണൻ മൂവി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഹൈപ്പ് ഉണ്ട്. എന്താണ്, പടം ഹിറ്റാവും അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് എത്തുന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ പടത്തിനെ സംബന്ധിച്ചുള്ളതെന്ന് പറയുന്നത് 2 വെർഡിറ്റി ഈ പടത്തിന് മാക്സിമം ഉണ്ടാവും. ഒന്നുകിൽ ഓൾ ടൈം ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. അതായത് മോഹൻലാലിന് അത്യാവശ്യം നല്ല കുറച്ച് സീൻസ് കൊടുത്തില്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് എന്താക്കും, പടത്തിന് അങ്ങ് കയറി ഡീഗ്രേഡ് ചെയ്യും. അതുപോലെ ഇപ്പം മമ്മൂട്ടി എന്തായാലും നായകനാണ്, മമ്മൂട്ടിയാണ് മെയിൻ റോൾ എങ്കിലും മമ്മൂട്ടിയേക്കാൾ ഒരു പവർഫുൾ ആയിട്ടുള്ള സീൻ മോഹൻലാലിന് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസും അടയും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ തന്നെ പടത്തിന് ഡീഗ്രേഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവർ രണ്ടാളും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും, പടത്തിന്റെ കളക്ഷൻ നന്നായിട്ട് അത് ബാധിക്കും. മഹേഷ് നാരായണൻ ഈക്വലായിട്ട് 2 പേർക്കും ഓരോ നല്ല മാസ സീനോ അങ്ങനത്തെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് വരും. പടത്തിന്റെ കഥ എന്ന് പറയുന്നത് അപ്പൊക്ക് മുമ്പേ കണ്ട കഥ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു വെബ് കാമിന്റെ പരിപാടിയും ക്യാമറയിൽ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ ജീവിതം നഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്ത പുലർത്തിയാൽ മാത്രമേ ഈ പടം വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ ഇത് ഏതോ ഒരു പടത്തിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്നാണ് പറയുന്നത്. പടമാണോ അതോ പുസ്തകമാണോ എന്നറിയില്ല, എന്തോ ഒരു ലിവിങ് നെറ്റും പറഞ്ഞാണ്. ഞാൻ മുകളിൽ എൻ്റെ നെയിം കൊടുക്കുക. അതൊരു സിനിമയാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. സിനിമയാണെങ്കിൽ നിങ്ങൾ ആരോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അതെന്താണ് സംഭവം. അന്ന് പുസ്തകമാണെങ്കിൽ വായിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ അത് ആ ഒരു സംഭവം അറിയുന്നതോടെ നമുക്ക് ഇതെന്താണെന്നുള്ളൊരു പിടി കിട്ടും. ഇൻസ്പിറേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റോറി അങ്ങനെ എടുത്തിട്ടുണ്ടാവും. സ്റ്റോറിയുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഇവിടെ പ്രസന്റ് ചെയ്യുക. അതുപോലെ ലാലേട്ടൻ്റെ ക്യാരക്ടറിൽ ഒരു കാലില്ല ലാലേട്ടന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായമാവുന്ന മമ്മൂക്കയാണ്. അതാണ് ആ ട്രെയിലറിൽ കാണിച്ച ഒരു ഡയലോഗ് പറഞ്ഞ മോഹൻലാലി ഇതുവരെയായിട്ടും ഡാനി എന്നോടൊരു ആവശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പിനിടയിലും ഇതിൽ എനിക്ക് അവനെ സഹായിച്ചേ പറ്റുന്ന ഇറങ്ങി പുറപ്പെടുകയെന്ന് ലാലേട്ടൻ. അപ്പം മിക്കവാറും ഏതോ ഒരു യുദ്ധത്തിനിടയിൽ ആൾക്കാരുടെ കാല് നഷ്ടപ്പെടുന്നു. അതിനുശേഷം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ലാലേട്ടനെ സഹായിക്കുന്നു. അങ്ങനെ അവർ 2 പേരും വീണ്ടും ഒരുമിച്ചിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മഹേഷ് നാരായണൻ ആയത് കൊണ്ട് നമുക്ക് എന്താണ് നല്ലൊരു പ്രതീക്ഷയിലൊക്കെയുണ്ട്. കാരണം ആൾ ചെയ്ത എല്ലാ പടവും കിട്ടില്ലായിരുന്നു. അത് മാലിക് ആയിക്കോട്ടെ, ടേക്ക് ഓഫ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായ പടങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നത് മിക്കവാറും ടേക്ക് ഓഫിൻ്റെ ഒരു രീതിയിൽ പോകുന്ന പടമായിരിക്കും മിക്കവാറും ഈ ഒരു പാട്രിയോട്ട് എന്നുള്ളത്. ഈ പടങ്ങൾ 100 കോടി അടിക്കാൻ നമുക്ക് കാണാം. കാരണം മമ്മൂട്ടിക്ക് 100 കോടി ഇല്ലാത്തത് മമ്മൂട്ടിയേക്കാൾ ഇവിടെ കുറേ നിർഗുണ വാണങ്ങൾക്കാണല്ലോ പ്രശ്നം. മമ്മൂട്ടിക്ക് 100 കോടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന കുറേ ഉണ്ടല്ലോ. ഇന്നലെ വന്ന ഹാഷിർ വരെ 100 കോടി അടിക്കാൻ പോകുന്നത് എന്താ, ഇപ്പോൾ നമ്മളെ മമ്മൂണ്ണി എന്താ ഇപ്പോൾ 100 കോടി അടിക്കാത്തെന്ന് പറഞ്ഞ് കരയുന്ന കുറേ ഉണ്ട്. ആറ്റിങ്ങളെല്ലാം വിചാരം ഈ കോടി കിട്ടിയാലേ കാര്യമില്ലൂ എന്നാണ്. കോടി കിട്ടിയാൽ മാത്രമേ കാര്യമില്ലൂ എന്ന് വിചാരിക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പോയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ചാനലായി പോയി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ 5ന്റെ പൈസ സ്വന്തം വീട്ടിൽ കൊടുക്കാതെ എത്തിക്കാന്ന് മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിന് ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ, സെയിം തന്നെ പറയാൻ പറ്റില്ല. ഇപ്പം ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും, ഓരോന്ന് പറയും, ലാലപ്പം മറ്റേതാണ്, മമ്മൂണ്ണി മറ്റേതാന്ന് മറിച്ച് പറയത്തേക്ക് ഞാൻ മൈൻഡ് ആക്കാറില്ല. ഈ നിലക്ക് കണ്ടൊരു പോസ്റ്റ്, ഇന്നലെ കണ്ട പോസ്റ്റാണ്. ഹാഷിർ വന്ന് 100 കോടി അടിക്കലായി, ഇപ്പോഴും നമ്മളുടെ മമ്മൂട്ടി 100 കോടി അടിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്നല്ല, അവിടെ വേറെന്തെല്ലോ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കുറേ പേഴ്സിന് റിപ്പോർട്ട് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇവന്മാരെ അഹങ്കാരം കുറയും. പിന്നെ അവർക്ക്, അതായത് മമ്മൂട്ടിക്കായിക്കോട്ടെ മോഹൻലാലിനായിക്കോട്ടെ, അവർക്കൊന്നും രോമത്തെ പോലും യേശുവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരെ കൊണ്ട് ഒരു ഗുണമില്ലാത്തതാണ് നമ്മുടെ നാടൊക്കെ. പിന്നെ എന്താണ്, ഒന്നാമത് എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലേ, കുറേ നിർഗുണമാണങ്ങൾ കയറുന്നിട്ട് എന്താണ് ഇപ്പം മോഹൻലാലിനെതിരെ ലാലപ്പൻ, മന്ദപ്പൻ, മമ്മൂട്ടിക്കെതിരെ ആയിക്കോട്ടെ എന്ന് മമ്മൂണ്ണി, അതുപോലെ ഗുഹൻ, അങ്ങനെ ഒരുപാട്. പിന്നെ വിജയ്ക്കും സൂര്യക്കും അവർക്കൊന്നും പറയണ്ട ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെയുള്ളവരെ കമന്റ് സെക്ഷൻ, ഇങ്ങനെ കമന്റ് ഇടുന്നവരോട് ഞാൻ റിപ്ലൈ ചെയ്ത് നല്ല സംഭവങ്ങൾ കൊടുക്കണം. നമ്മൾ ആ ടൈമിൽ കൊടുക്കണം. അതിന് വേണ്ടി മറ്റൊരു നടനെ കുറ്റം പറയണ്ട. ചിലപ്പോൾ അവരെ പ്രൊഫൈലിൽ അവർ ഇഷ്ടപ്പെടുന്ന നടനുണ്ടാവും, പക്ഷെ ആ നടൻ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ്, മമ്മൂട്ടീനെ കുറ്റം പറഞ്ഞൊരു കമന്റ് ഇട്ടു, ഓരോ പ്രൊഫൈലിൽ മോഹൻലാലുണ്ട്. അപ്പോൾ ഞാൻ നേരെ കയറിയിട്ട് മോഹൻലാലിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തമ്മിലൊരു വ്യത്യാസമില്ല. നേരെ മറിച്ച് ആ സ്പോട്ടിൽ ആ ബഗീണനെ പറയണം, ആ കമന്റ് ഇട്ടവനെ തിരിച്ചു പറയണം. അല്ലാണ്ട് ലാലേട്ടനെ പറഞ്ഞിട്ടോ മമ്മൂക്കനെ പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഞാനത് ഇങ്ങനെ ഈ പൊട്ടന്മാരോടല്ല പറയുന്നത്, ഇങ്ങനെ ഇട്ടുന്നവരോടല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ത്വര ഉണ്ടാകുന്നവരുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്താലും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ളവരോടാ, നിങ്ങളത് മൈൻഡ് ആക്കാണ്ടിരിക്കും.
അത് പറഞ്ഞിട്ട് പോയി കേട്ടോ. അവരെ സന്തോഷം കണ്ടെത്തുന്നതാണ്. ഇത് വലുതൊന്നും ചെറുതൊന്നുമില്ല. ഇതിൻ്റെ ഇടക്ക് വന്ന നെസ്ലിൻ ആയിക്കോട്ടെ, മാത്യൂസ് ആയിക്കോട്ടെ, ഇവർക്കെതിരെ ഇതുപോലെ ഹെയ്റ്റ് കമൻസ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഞാൻ പറയൂ. അപ്പോൾ ഈ ഒരു പാട്രിയോട്ട് പടം നല്ലതാണെങ്കിൽ നമ്മളത് കണ്ടു വിജയിപ്പിക്കാൻ തന്നെ വേണം, അത്രേ പറയാനുള്ളൂ. അതുപോലെ ഈ ഒരു ട്രെയിലറിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ ആ ഒരു പടം ഇൻസ്പയർ ആയിരിക്കുന്ന ആ ഒരു സംഭവം പുസ്തകമാണോ പടമാണോ എന്ന് എനിക്കറിയില്ല. അതെന്താണെങ്കിലും ആ ഒരു സംഭവം ഞാനൊന്ന് അന്വേഷിച്ച് റിസർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ കൂടി വരുന്നതായിരിക്കും. സുഷിൻ്റെ മ്യൂസിക്കും അത്ര വലിയ ഗംഭീരമായിട്ടൊന്നും ആയിട്ടില്ല. സാധാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പുള്ളി പിടിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഒരു സ്ഥിരമും കത്തിക്കൽ ഇതിൽ കിട്ടിയിട്ടില്ല. പടം ഇറങ്ങട്ടെ, നോക്കാം എന്താവുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കമൻറ്റ് ഇടുക, യോജിക്കുന്നില്ലെങ്കിൽ തിരിച്ചും കമൻറ്റ് ഇടുക. പക്ഷേ തെറിവിളി കമൻറ്റ് മാത്രം ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അത്താഴം ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.